Welcome to my YouTube channel. എൻ്റെ ചാനൽ നെയിം മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. പെസഹ വ്യാഴത്തിന് തയ്യാറാക്കുന്ന പെസഹ അപ്പവും പെസഹ പാലുമാണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. പെസഹ അപ്പത്തിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 3-4 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 3/4 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ യൂസ് ചെയ്യാം. അരി അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിന് വെള്ളം, പാകത്തിന് ഉപ്പ്. ആദ്യം തന്നെ 1 കപ്പ് പച്ചരിയുടെ കൂടെ നമുക്ക് പച്ചരിയും ഉഴുന്നും കൂടെ നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുവാണ്. ഒരു 5 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹ അപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം, 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇനി ഈ തേങ്ങ ചിരകിയത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അരി അരച്ച് തുടങ്ങാം. ഈ സെയിം ജാറിലേക്ക് തന്നെ 3 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതലായാൽ വെളുത്തുള്ളിയുടെ ഒരു ചുവ മുന്നിൽ നിൽക്കും. കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയും ഉഴുന്നും കൂടെ ഉള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ പച്ചരിയാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ മിക്സിയിൽ അരച്ചെടുത്താൽ മതി. അതിൽ തേങ്ങ മാത്രം ജസ്റ്റ് ഒന്ന് ഫൈനായിട്ട് വേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരി ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ നല്ല കട്ടിക്കാണ് അരച്ചെടുക്കേണ്ടത്. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇതുപോലെ നല്ല കട്ടിക്ക് അരച്ചെടുക്കണം. ഇനി ഈ മാവ് തേങ്ങ ഒതുക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ബാറ്റർ അത്യാവശ്യം നല്ല തിക്കാണ്, അതേസമയം വളരെ ഫൈനല്ല. ആ തേങ്ങ നമ്മൾ ഒതുക്കിയെടുത്തതിൻ്റെ ടെക്സ്ചറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടി വേണം. ഇനി ഈ ബാറ്റർ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പെസഹ അപ്പം എന്ന് പറയുന്നത് പുളിക്കാത്ത മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ വരെ വെക്കാം. 3 മണിക്കൂറിൽ കൂടരുതെന്നേ ഉള്ളൂ. ഞാനിവിടെ 3 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഈ മാവ് പുളിച്ചിട്ടില്ല. ഇനി നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കി തുടങ്ങാം. പെസഹ അപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ചേർത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ടിന്നുണ്ടെങ്കിൽ അതായിരുന്നാലും മതി. നമുക്ക് ഓശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല ഞാൻ ഇതുപോലെ ഒരു കുരിശിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും വേണം പെസഹ അപ്പം തയ്യാറാക്കാനായിട്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പെസഹ അപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓശാന ഞായറിന് കിട്ടിയ കുരുത്തോല വെച്ച് ഇതുപോലെ കുരിശ് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വെക്കാം. നമുക്കിനി ഇതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. കുറച്ച് വെള്ളം ഒരു സ്റ്റീമറിൻ്റെ തട്ടിൽ വെച്ചിട്ട് തിളപ്പിക്കുവാണ്. ഇപ്പം ഞാൻ സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിരിക്കുവാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പെസഹ അപ്പം ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. പെസഹ അപ്പം ഇവിടെ റെഡിയായി. ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തു ഇത് വെന്ത് വരാനായിട്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂളായിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.
പെസഹ പാലിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 200 ഗ്രാം ശർക്കര, 1 കപ്പ് രണ്ടാം പാല്, അതായത് 250 ml കപ്പിലാണ് ഞാനിത് മെഷർ ചെയ്തിട്ടുള്ളത്. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് ഒന്നാം പാല്. 1/4 കപ്പ് അരിപ്പൊടി, ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ജീരകവും ഏലക്കയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് വെച്ചേക്കുവാണ്. അത് ആ ഫ്ലേവറിനനുസരിച്ച് എടുക്കാം. എല്ലാം കൂടി ഒരു 1/2 ടീസ്പൂൺ വരും. പെസഹ അപ്പം വേവുന്ന ടൈമിൽ നമുക്ക് പെസഹ പാൽ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ശർക്കര ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെറിയ കഷ്ണങ്ങൾ ഇനിയും അലിയാനായിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ച് ഇതിലെന്തെങ്കിലും കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ആ അരിപ്പയിലൂടെ അരിച്ചൊന്ന് മാറ്റിയിട്ട് തിരിച്ച് സോസ് പാനിലേക്ക് ഒഴിക്കാം. തീ കൂട്ടി വെച്ചൊന്ന് തിളപ്പിക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടിയും ആദ്യം കുറച്ച് രണ്ടാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇളക്കിയതിന് ശേഷം മാത്രമാണ് രണ്ടാം പാൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ അരിപ്പൊടിയും രണ്ടാം പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാക്കിയുള്ള രണ്ടാം പാലിലേക്ക് ഇതൊന്ന് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ശർക്കര പാനിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പെസഹ പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാനാണ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ അരിപ്പൊടി ചേർത്തേക്കുന്നത് കാരണം ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ജീരകവും ഏലക്കയും ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാം. ഇനി നമുക്കിതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. 1/2 കപ്പ് ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആ കുരുത്തോലയെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബിറ്റ്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പെസഹ പാല് തയ്യാറായി. വൈനിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പെസഹ പാല് തയ്യാറാക്കി എടുക്കുന്നത്. ആ സ്റ്റീമറിൽ പെസഹ അപ്പവും റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ പെസഹ വ്യാഴത്തിനാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ വീട്ടിലെ ഗൃഹനാഥൻ പെസഹ അപ്പം മുറിച്ച് പെസഹ പാലിൽ ഒന്ന് മുക്കിയിട്ട് വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.